ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഇന്ന് ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. ഇന്ന് ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടിയാണ് ഉണ്ടാക്കുന്നത്. 2 ഉരുളക്കിഴങ്ങാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. 2 ഉരുളക്കിഴങ്ങിന് 2 കളറാണ്. അത് നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഉരുളക്കിഴങ്ങ് തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം നന്നായി കഴുകണം. കഴുകിയതിന് ശേഷം ഇത് കട്ട് ചെയ്യണം. ഇത് അധികം ചെറിയ സൈസിലും കട്ട് ചെയ്യാൻ പാടില്ല, വലിയ സൈസിലും കട്ട് ചെയ്യാൻ പാടില്ല. ഇത് വീഡിയോയിൽ കാണുന്ന പോലെ ഒരു മീഡിയം സൈസിൽ നമ്മൾ കട്ട് ചെയ്യാം. നേരത്തെ എടുത്ത ഉരുളക്കിഴങ്ങിൻ്റെ കളർ ഏകദേശം ഒരു മഞ്ഞ കളറും, ഇപ്പം കട്ട് ചെയ്യുന്ന ഉരുളക്കിഴങ്ങിൻ്റെ കളർ ഒരു വെള്ള കളറുമാണ്. കാണാൻ തന്നെ നല്ല രസമില്ലേ? 2 കളർ. കട്ട് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ അല്പം വെള്ളം ഒഴിക്കുക. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ അല്പം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കുക. അതിനുശേഷം നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിക്കണം. ഉരുളക്കിഴങ്ങെല്ലാം നന്നായി വെന്തതിന് ശേഷം നമ്മൾ ഇത് സൈഡിലേക്ക് മാറ്റി വെക്കണം. എന്നിട്ട് വേറെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് തിളക്കാൻ വെക്കണം. എണ്ണ തിളച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് കടു ആഡ് ചെയ്യണം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചത് ഇതിലേക്ക് ചേർക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ഉള്ളിയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത് ഇതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഉള്ളിയെല്ലാം നന്നായിട്ട് വെന്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ഒരു 1/4 സ്പൂൺ പറങ്കിപ്പൊടി ചേർക്കുന്നുണ്ട്. ഞാനിവിടെ എരിവുള്ള പറങ്കിപ്പൊടിയാണ് യൂസ് ചെയ്തത്. കുറച്ച് ഗരം മസാലയും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പം നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് മാത്രം മതി കേട്ടോ. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല, ദോശയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ കറിയായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഈ അടിപൊളി റെസിപ്പി എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. എനിക്കിത് വെറുതെ കഴിക്കാനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.